Sandesham is a political satire and one of the most iconic Malayalam films that ever made, blending sharp humor with social commentary. സന്ദേശം എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ ഹാസ്യ സിനിമയാണ് ആൻഡ് വൺ ഓഫ് ദ മോസ്റ്റ് ഐക്കണിക് മലയാളം ഫിലിംസ് എവർ മെയ്ഡ്. മലയാളത്തിലെ ഏറ്റവും ഒരുപാട് അംഗീകാരം കിട്ടിയ പോപ്പുലറായ സിനിമകളിലൊന്നാണ്. ബ്ലെൻഡിങ് ഷാർപ്പ് ഹ്യൂമർ വിത്ത് സോഷ്യൽ കൊമൻട്രി, അതായത് നല്ല നർമ്മവും കോമഡിയും സാമൂഹ്യ നിരൂപണമെല്ലാം കൂടി ഒരുമിച്ചുള്ള ഒരു കോമ്പിനേഷനാണ്. The story revolves around a middle class family led by രാഘവൻ നായർ തിലകൻ. അതായത് രാഘവൻ നായർ എന്ന് പറഞ്ഞ ഒരാളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ കഥ വരുന്നത്. അദ്ദേഹം ആരാണ്? റിട്ടയർഡ് റെയിൽവേ എംപ്ലോയി. അദ്ദേഹം ഒരു റിട്ടയർഡായ റെയിൽവേ ഉദ്യോഗസ്ഥനാണ്. ഹൂ ഡ്രീംസ് ഓഫ് പീസ് ആൻഡ് യൂണിറ്റി ഇൻ ഹിസ് ഹോം ആഫ്റ്റർ റിട്ടയർമെൻറ്റ്. റിട്ടയർമെൻറ്റിന് ശേഷം തൻ്റെ വീട്ടിൽ സമാധാനവും ശാന്തിയൊക്കെ വേണമെന്ന് സ്വപ്നം കാണുന്നൊരു വ്യക്തിയാണ്. ഹവർ ഏതായിരുന്നാലും ഹിസ് 2 sons, അദ്ദേഹത്തിൻ്റെ 2 മക്കളും, പ്രഭാകരൻ അതായത് ശ്രീനിവാസൻ ആൻഡ് പ്രഭാകരൻസ് യങ്ങർ ബ്രദർ അദ്ദേഹത്തിൻ്റെ അനിയൻ പ്രകാശൻ അതായത് ജയറാം, ആർ ഡീപ്ലി ഇൻവോൾവ്ഡ് ഇൻ റൈവൽ പൊളിറ്റിക്കൽ പാർട്ടീസ്. അവർ 2 ആൾക്കാരും രാഷ്ട്രീയ പാർട്ടിയിൽ പരസ്പരം എതിരായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിന് വല്ലാതെ ഇൻവോൾവ്ഡ് ആണ്. വൺ വിത്ത് ലെഫ്റ്റ് ആൻഡ് ദ അതർ വിത്ത് റൈറ്റ്. ഒരാൾ ലെഫ്റ്റും ഒരാൾ റൈറ്റും ആണ്. ദ കോൺസ്റ്റൻറ്റ് പൊളിറ്റിക്കൽ ആർഗ്യുമെൻറ്റ്സ് ടേൺ ദ ഹൗസ് ഇൻ ടു എ ബാറ്റിൽ ഫീൽഡ്. തുടർച്ചയായിട്ടുള്ള രാഷ്ട്രീയ വാദങ്ങൾ, സ്വന്തം പാർട്ടിയെയൊക്കെ ന്യായീകരിച്ചിട്ടുള്ള വാദങ്ങളും പ്രതിവാദങ്ങളും ഒക്കെ ടേൺ ദ ഹൗസ് ഇൻ ടു എ ബാറ്റിൽ ഫീൽഡ്, വീടൊരു യുദ്ധക്കളമാക്കി മാറ്റി. വിത്ത് ഈച്ച് സൺ ട്രൈങ് ടു പ്രൂവ് ഹിസ് ഐഡിയോളജി സുപ്പീരിയർ. ഓരോ മകനും എന്ത് ചെയ്യും, 2 ആളാണ് ഉള്ളത്, ഞങ്ങളുടെ ഐഡിയോളജിയാണ്, ഞങ്ങളുടെ പാർട്ടിയാണ് സൂപ്പർ എന്ന് പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കും, തെളിയിക്കാൻ വേണ്ടിയിട്ട്. മീൻ വൈൽ ആ സമയം രാഘവൻ നായർ ബിക്കംസ് ഇൻക്രീസിംഗ്ലി ഫ്രസ്ട്രേറ്റഡ് as his sons neglect work, family and real life responsibilities in the name of politics. ഈ സമയത്ത് രാഘവൻ നായർ ബിക്കംസ് ഇൻക്രീസിംഗ്ലി ഫ്രസ്ട്രേറ്റഡ്. രാഘവൻ നായർ വല്ലാതെ, അതായത് തിലകൻ വല്ലാതെ അസ്വസ്ഥപ്പെടുകയാണ്. ആസ് ഹിസ് സൺസ് നെഗ്ലക്റ്റ് വർക്ക്, തൻ്റെ മക്കൾ ജോലി ഉപേക്ഷിക്കുന്നു, ഫാമിലി ആൻഡ് റിയൽ ലൈഫ് റെസ്പോൺസിബിലിറ്റീസ് ഇൻ ദ നെയിം ഓഫ് പൊളിറ്റിക്സ്. ഇവർ 2 മക്കളും രാഷ്ട്രീയത്തിൻ്റെ പേരും പറഞ്ഞിട്ട് പണിക്ക് പോകുന്നില്ല, കുടുംബം നോക്കുന്നില്ല, അങ്ങനത്തെ നിന്നൊക്കെ ഒഴിവാകാണ്. അത് കാരണം രാഘവൻ നായർ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആണ്. ഓക്കെ. എമിഡ്സ് ദ കയോസ്, ഈ പറഞ്ഞ ബഹളങ്ങൾക്കും ഈ ഒച്ചപ്പാടുകൾക്കൊക്കെ ഇടയിൽ ലതിക, മധു, ദെയർ സിസ്റ്റർ, അവരുടെ ഒരു പെങ്ങളുണ്ട്, ഫാൾസ് ഇൻ ലവ് വിത്ത് സതീശൻ, ഒരു സതീശനായിട്ട് എന്താക്കാന്ന് പ്രണയത്തിലാവുന്നു, കരമന ജനാർദ്ദനൻ നായർ, ഹു ബിലോങ്സ് ടു യെറ്റ് അനദർ പൊളിറ്റിക്കൽ പാർട്ടി. അയാളാണെങ്കിൽ വേറൊരു രാഷ്ട്രീയ പാർട്ടിൻ്റെ ആളാണ്. ആഡിങ് മോർ ടെൻഷൻ ടു ദ ഫാമിലി ഡ്രാമ. അപ്പോൾ അതെന്താക്കും, കുടുംബത്തിൽ കൂടുതൽ ടെൻഷൻ വരുത്തി വെക്കുന്നു. ഇവഞ്ച്വലി അങ്ങനെ ക്രമേണ സമയമെടുത്തുകൊണ്ട് ആഫ്റ്റർ ഫേസിങ് ഹ്യൂമിലിയേഷൻ ആൻഡ് ഫിനാൻഷ്യൽ ട്രബിൾ, അപ്പോൾ സാമ്പത്തികമായിട്ട് പ്രതിസന്ധികൾ വരികയും മൊത്തത്തിൽ ഒരുപാട് നിന്ദ്യത അവഗണനയൊക്കെ വന്നതിന് ശേഷം ദ ബ്രദേഴ്സ് റിയലൈസ്, ഈ 2 സഹോദരന്മാരും തിരിച്ചറിയുന്നു, ദ എംപ്റ്റിനെസ് ഓഫ് ദെയർ ബ്ലൈൻഡ് പൊളിറ്റിക്കൽ ഡിവോഷൻ, നഗ്നമായ ആ രാഷ്ട്രീയ ഭക്തിയുടെ വ്യർത്ഥത അല്ലെങ്കിൽ അതിൻ്റെ ശൂന്യത അവർക്ക് ബോധ്യപ്പെടുന്നു, അവർ തിരിച്ചറിയുന്നു. ദ ഫിലിം എൻഡ്സ് ഓൺ എ ഹോപ്പ്ഫുൾ നോട്ട്, ഒരു പ്രതീക്ഷയുള്ള ഒരു നോട്ടായിട്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത്. അതായത് ആസ് എ ഫാമിലി റീയൂണൈറ്റ്സ്, കുടുംബമൊക്കെ ഒരുമിച്ച് ചേരുന്നു. റെക്കഗ്നൈസിങ് ദ ഇമ്പോർട്ടൻസ് ഓഫ് പീസ്, സമാധാനത്തിൻ്റെ ഒക്കെ പ്രാധാന്യം തിരിച്ചറിയുന്നു. ലവ്, സ്നേഹത്തിന് ആൻഡ് പ്രാക്ടിക്കാലിറ്റി, പ്രായോഗികതയുടെയൊക്കെ ഓവർ പോയിൻറ്റ്ലെസ് പൊളിറ്റിക്കൽ റൈവൽറി, ഒരു കാര്യമില്ലാത്ത രാഷ്ട്രീയ എന്താ പറയുക പ്രതിയോഗികൾ അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള പരസ്പര അകൽച്ച, പൊളിറ്റിക്കൽ റൈവൽറി, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ശത്രുത, ഒരു കാര്യമില്ലാത്ത അതിൻ്റെയൊക്കെ എന്താണ് യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് ആ സിനിമ അവസാനിപ്പിക്കുകയാണ്. സിനിമൻ്റെ കഥ ഒന്നും നോക്കണ്ട, പിന്നെ എല്ലാവരും കണ്ട സിനിമയാണല്ലോ, നമ്മളെ വേർഡ്സ് യൂസേജൊക്കെ ശ്രദ്ധിക്കുക. ഓക്കെ.